മനസ്സാണ് എല്ലാത്തിനും കാരണം. അതാണ് സങ്കല്പവും വികല്പവും ഉണ്ടാക്കുന്നത്. ലോകത്ത് ജീവിക്കും നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ആഗ്രഹമുള്ളിടത്തോളം കാലം ദുഃഖവും നമുക്കുണ്ടാവും. തീയുണ്ട് അതിന് പുകയുണ്ടെന്ന് പറയുന്നത്. ക്ലോക്കിൻ്റെ പെൻഡലം പോലാണ് നമ്മുടെ മനസ്സ്. സുഖത്തിലേക്കുള്ള ആയവെടുപ്പ് ദുഃഖത്തിലേക്ക് വന്നേക്കാനാണ്. അങ്ങനെ സുഖം ദുഃഖം ആടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ്. ഉദാഹരണം നമ്മൾ ഷെയർ മാർക്കറ്റ് പൈസ ഇട്ടാൽ ഇപ്പോൾ 2-3 വർഷം മുമ്പേ ഇട്ടവർക്ക് ഭയങ്കര ഇരട്ടിക്കണക്കിന് കിട്ടി. ചില ആൾക്കൊക്കെ ഇപ്പം ചിലർക്ക് നഷ്ടം വന്നു. ആക്കെ വലിയ നഷ്ടം കിട്ടും. അപ്പോൾ ഈ ലാഭം കിട്ടുമ്പോൾ ആകാശം വെച്ച് ചാടുകയും നഷ്ടം വരെ കപ്പൽ പോലെ മുങ്ങിപ്പോവുകയും ചെയ്യും. ചിലവർ ആത്മഹത്യ ചെയ്തവരുണ്ട്. ഇങ്ങനെ നഷ്ടം വരുമ്പോൾ ദുഃഖം നമ്മൾ അനുഭവിക്കാതിരിക്കാൻ ചെയ്യണം. രണ്ടും പ്രതീക്ഷിക്കണം. ഇതും വരാം ഇതും വരാം. അപ്പോൾ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛയ്ക്ക് വിട്ടുകൊടുക്കുക. ജോലി ചെയ്ത് കൂലി മേടിക്കേണ്ടെന്നല്ല. അങ്ങനൊരു കാഴ്ചപ്പാടിലല്ല കൃഷ്ണൻ പറഞ്ഞത്. പഴയ കാലത്ത് കൃഷിയാണല്ലോ കൂടുതൽ. അപ്പം വിത്ത് കിളിക്കാം കിളിക്കാതിരിക്കാം, ഫലം തരാം ഫലം തരാതിരിക്കാം. പക്ഷെ നമ്മുടെ ഭാഗത്ത് പ്രയത്നിക്കേണ്ടെന്നൊരിക്കലും കൃഷ്ണൻ പറയാം. കൃഷ്ണൻ പ്രയത്നിച്ചും പ്രയത്നിപ്പിച്ചും കൊണ്ടാണ് പോയത്. അപ്പം നമ്മളതിന് പ്രായോഗികം എന്തെന്ന് മനസ്സിലാക്കി പോകണം എന്നാ പറയുന്നത്. അതാണ് നമ്മുടെ കൈ മുറിഞ്ഞെന്നിരിക്കട്ടെ. കൈ മുറിഞ്ഞ് നമ്മൾ കരഞ്ഞു പോകാം, വേദന കൊണ്ട് കരഞ്ഞു പോവാം. പക്ഷെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്ന മുറിവ് പൊറുക്കാൻ പോകുന്നില്ല. അനാവശ്യമായ മരുന്ന് പുരട്ടണമല്ലോ. കരഞ്ഞുകൊണ്ട് മാത്രം ഇരുന്നാൽ മുറിവ് പൊറുക്കത്തുമില്ല. അത് സെപ്റ്റിക്കായി ആള് ചത്തതിന് പോവാം. സെപ്റ്റിക്കായി സമയത്തിന് ഇഞ്ചക്ഷൻ കൊടുത്തില്ല. നമ്മൾ ഇഞ്ചക്ഷന് ഒരു മുറിവ് കെട്ടിയാലോ തുരുമ്പോൾ ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയും. അതെടുത്തില്ല സെപ്റ്റിക്കായ ആൾ ചിലപ്പോൾ ആളുടെ സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നാൽ എങ്ങനെ? അപ്പം നമ്മളതിന് പ്രായോഗികം എന്തെന്ന് മനസ്സിലാക്കി പോകണം എന്നാ പറയുന്നത്. ഇത് നമ്മൾ കരഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കുന്നവരെ പോലാണ്, പ്രയത്നിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളുടെ കാര്യങ്ങൾ ഓർത്തോ എങ്ങനെ ഓർത്തുകൊണ്ടോ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷെ പ്രായോഗികം ചെയ്യത്തുമില്ല. പ്രായോഗികം നമ്മുടെ ഭാഗത്ത് പ്രയത്നിക്കണം. കിട്ടാത്തപ്പോൾ അവിടെ തെച്ചായിരിക്കാം, അല്ല ഈശ്വരൻ്റെ എൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം, അല്ല വരാൻ പോകുന്നതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയായിരിക്കാം, അല്ല പൂർവ്വജന്മം പ്രാരാബ്ധത്തിലൂടെ മാറ്റുന്നതായിരിക്കാം. ഇങ്ങനെയൊക്കെയെങ്കിലും നമ്മൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അതോർത്തിങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നാൽ ദുഃഖിച്ച് ജീവൻ തന്നെ പാഴായിപ്പോകും. അതുകൊണ്ട് പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗം കണ്ടുപിടിക്കുക. അങ്ങനെ മുന്നോട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. ജീവിതത്തിൽ ചിലത് സ്വീകരിക്കേണ്ടതുണ്ട്, മറ്റേത് പ്രയത്നിച്ച് നേടേണ്ടതുണ്ട്. ഇതാണ് പ്രമേഹം നമുക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല. തുടക്കത്തിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഒരുവിധം ക്രമത്തിൽ ആഹാരക്രമത്തിൽ കൊണ്ട് നമുക്ക് പോകാം. ഇങ്ങനെ നോർമലാക്കി വയ്ക്കാം. ഒരു അവയർനെസ് പോലെ നമുക്ക് നീങ്ങണം. ഇന്ന കഴിച്ചുകൂടെ ഇന്ന കഴിക്കുക എന്നുള്ളത്. പായസം കഴിക്കാതെ മറ്റുള്ള കഴിക്കാതെ ആഹാരക്രമങ്ങൾ കൊണ്ട് തുടക്കത്തിൽ വ്യായാമമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. അതുകൊണ്ട് പ്രമേഹം പൂർണ്ണമായി നമുക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ ഡോക്ടർ പറയുന്ന മരുന്നുകൾ കഴിക്കുകയും വ്യായാമം ചെയ്യുകയും ആഹാരത്തിൽ ക്രമവും ചിട്ടയും പാലിക്കുകയും ചെയ്താൽ ആ രോഗത്ത് നല്ലൊരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ പല പല മക്കളെ അമ്മ ആ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചില നമുക്ക് രക്തത്തിൽ 13% വരെ 13.5, 14 ഒക്കെ വന്നു. അത് കിഡ്നിയിലോട്ട് പോക്കാണ്. 6 ഒരുവിധം നോർമൽ. പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ കുടി കൊമ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ കിഡ്നി ലിവറൊക്കെ ബാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചില്ലേ, നോർമലാക്കി വെച്ചില്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരുവിധമായ മക്കൾ വന്ന് ഭയങ്കര ക്ഷീണം പറയുമ്പോൾ പിന്നെ അമ്മ കുറച്ച് നിർത്തി ചുറ്റും പ്രദക്ഷിണം വെപ്പിച്ച് ആഹാരക്രമങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്ത് പിന്നെ 3 മാസം രക്തം എടുത്ത് നോക്കിയപ്പോൾ നേരെ 6 വന്നു, 5 വന്ന് മക്കളുണ്ട്. അപ്പം നമ്മുടെ പ്രയത്നവും ആഹാരക്രമങ്ങളും കൊണ്ട് എത്ര മാറി. ഡോക്ടർ നിർദ്ദേശം പാലിക്കാതെ രോഗത്തെ ചിന്തിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നാലോ, അതിന് വേണ്ട രീതിയിലൊന്നും നമ്മൾ ചെയ്യാതെ പായസം കഴിച്ചു ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും ഓടുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ എനിക്ക് രോഗം വന്നല്ലോ, ഞാൻ രോഗിയാണല്ലോ, പ്രമേഹ രോഗിയാണല്ലോ. എന്നാൽ ആഹാരക്രമമില്ല, വ്യായാമമില്ല, ഒന്നുമില്ല. നിർദ്ദേശം പാലിക്കാതെ മരുന്ന് കഴിക്കും. അത് കൂടി പിന്നെ ലിവറിന് ബാധിക്കും, കിഡ്നിക്ക് ബാധിക്കും, ഹാർട്ടിന് ബാധിക്കും, മെമ്മറിക്ക് ബാധിക്കും, തലയിലേക്ക് ഞരമ്പ് കുഴപ്പം കൂടിയിട്ട് പലതും സംഭവിക്കാം. പേന നമ്മൾ ഓരോ വശം കൊന്നുകൊണ്ടിരിക്കും. കാരണം പാവങ്ങളാണ്, അവർക്ക് എത്ര രൂപയും ചിലവാക്കാനില്ല. 5000 രൂപ വേണം, മരുന്നിന് ഇത്ര രൂപ വേണം, പിന്നെ അവർക്ക് കിട്ടുന്ന പൈസ ഇത്രയായിരിക്കാം, പിന്നെ അവർ കുഴഞ്ഞു പോകും. എനിക്കാണ് കൂടുതൽ ആൾക്കാർ വരുന്നതുകൊണ്ടൊന്നും കേട്ട് ശ്രദ്ധിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയം കിട്ടുന്നില്ല. അപ്പോൾ ഒരുവിധം പറ്റുന്ന ഇച്ചിരി ശ്രദ്ധിച്ച് ഒപ്പിച്ചൊക്കെ പറഞ്ഞു വിടും. പക്ഷെ അങ്ങനെ ഉണ്ട് ഒത്തിരി കുഞ്ഞുങ്ങൾ അതിൽ വ്യത്യാസമായിട്ടുണ്ട്. ഇപ്പം ചില മക്കളാണ് ആദ്യം പ്രമേഹരോഗം വന്ന് ഭയങ്കര കൂടി
ഇപ്പം കാല് മുറിയിട്ട് മക്കളെ കാല് ചെറിയ മുറിവ് പോലും നമ്മളൊരു ഷുഗർ രോഗിയാണെങ്കിൽ ഉടനെ ആൻറ്റിബയോട്ടിക്സ് വെച്ച് കഴുകി ഒരു ഇഞ്ചക്ഷൻ എടുക്കണം, കഴുകി എത്രയും ശ്രദ്ധിക്കണം. പിന്നെ അടുക്കലങ്ങ് നടക്കരുത് മക്കളെ എന്ന് പറഞ്ഞു കൊടുത്തണ്ണ ഒരുമാതിരി മക്കളെയൊക്കെ അങ്ങനെ 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 പറഞ്ഞു വെച്ചിരിക്കുക. ഇപ്പം ചില മക്കളാണ് ആദ്യം പ്രമേഹം വന്ന് ഉള്ളി ചതച്ച് വെച്ച് കെട്ടും, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും പഴയ കാലത്തെ പോലെ. അത് അത്ര കാര്യമാക്കുകയില്ല, പക്ഷെ അത് പെയ്യനെ പഴുക്കാൻ തുടങ്ങും. എന്നത് മുന്നോട്ട് പോകുമ്പോൾ ഡോക്ടർ പറയും നിങ്ങളുടെ വിരൽ മുറിക്കണം, പിന്നെ ഒരു വിരൽ മുറിക്കാൻ അനുവദിക്കില്ല. എൻ്റെ കാലിലെ വിരൽ മുറിക്കാനോ, പിന്നെ ഇതങ്ങോട്ട് കയറുകയാണ്. പിന്നെ കാലിൻ്റെ പത്തി മുറിക്കാൻ പറയും, അല്ല പകുതി വെച്ച് മുറിക്കാൻ പറയും. അപ്പോഴും കാലിൻ്റെ പത്തി മുറിക്കത്തില്ല, പത്തി മുറിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോവാം. പിന്നെ അവരങ്ങനെ ഇങ്ങോട്ട് വന്ന് പിന്നെ കാലിൻ്റെ മുട്ട് വെച്ച് മുറിക്കണം, സമ്മതിക്കില്ല. പിന്നെ മുകളിൽ ഒരു കാല് തന്നെ മുറിക്കണം, അതിനും സമ്മതിക്കാൻ വന്നാൽ പിന്നെ അതിനാൾ ജീവിച്ചിരിക്കില്ല, കിഡ്നിയിലെല്ലാം ബാധിക്കും. അപ്പോൾ ആൾക്കാർക്ക് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. അവയർനെസ് ഇല്ല, അതുപോലെ നമ്മൾ സത്സംഗം ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അവയർനെസ്സാണ് നമുക്ക്.